അമ്മയിൽ ഒരു വനിതാ നേതൃനിര ഉയർന്നു വരുന്ന എന്നൊരു പ്രതീക്ഷയുണ്ട്. അങ്ങനെ ഉണ്ടായാൽ ഇതുവരെ ഉണ്ടായ ആരോപണങ്ങൾക്കെല്ലാം മറുപടി ഈ നേതൃനിരയിൽ നിന്നുണ്ടാവും എന്ന് മാത്രമല്ല, അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്വേതാ മേനോൻ അടക്കം വ്യക്തിപരമായി ഏറെ അധിക്ഷേപം നേരിടേണ്ടി വന്നു. തെരഞ്ഞെടുപ്പിൻ്റെ സാങ്കേതികമായ നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അവർക്കതിൽ പ്രതികരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ എന്തായാലും അത്തരം പ്രതികരണങ്ങൾ അടക്കമാണ് പുറത്തു വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ തെരഞ്ഞെടുപ്പ് രീതികളുടെ സമാനമായുള്ള ചില പ്രതികരണങ്ങളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടി വരും. സാന്ദ്ര തോമസ് നിർമ്മാതാക്കളുടെ സംഘടനയിൽ ഒരു പുതിയ നീക്കം നടത്തി. നിയമപരമായി അത് വിജയിച്ചാലും ഇല്ലെങ്കിലും സാന്ദ്ര തുറന്നു പറഞ്ഞുകൊണ്ട് ഇനിയും പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നു. അമ്മ സംഘടനയിലേക്ക് താരസംഘടനയിലേക്ക് വരുമ്പോൾ അതൊരു മറ്റൊരു വശത്തുള്ള ഏറ്റുമുട്ടൽ കൂടിയായി മാറുകയാണ്. അങ്ങനെയെങ്കിൽ സിനിമയിൽ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു ശുദ്ധീകരണം ഉണ്ടാകുമോ? അവിടെ അവഗണിക്കപ്പെടുന്നു എന്ന് പറയുന്ന സ്ത്രീ ശബ്ദങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കിട്ടുമോ? അത് അംഗീകരിക്കപ്പെടുമോ എന്ന വലിയ പ്രസക്തമായ ചോദ്യം കൂടി നമുക്ക് മുന്നിൽ ഉയർന്നു വരികയാണ്. അമ്മയുടെ തെരഞ്ഞെടുപ്പ് കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. ഇന്നത്തെ ദിവസം ഏറെ അമ്മയുടെ 33 പതിറ്റാണ്ട് വലിപ്പമുള്ള ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ഇത്ര വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പിന് വേദിയൊരുങ്ങിയത് എന്നതുകൂടി ശ്രദ്ധേയമാണ്. പ്രധാന താരങ്ങളൊക്കെ അവിടെ വോട്ടവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി അവിടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ അമ്മ തെരഞ്ഞെടുപ്പും സങ്കീർണമായ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളും മുന്നോട്ട് പോവുകയാണ്. അമ്മ എന്ന താരസംഘടനയുടെ തെരഞ്ഞെടുപ്പ് ഇതാദ്യമായി ഏറ്റവും വലിയൊരു ആവേശത്തിലേക്ക്, ഏറ്റവും പുതിയ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് കൂടി മാറിയിട്ടുണ്ട്. താരസംഘടനയായ അമ്മയിൽ ഭാരവാഹികളെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടിംഗ് നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ശ്വേതാ മേനോനും ദേവനും തമ്മിലാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം നടക്കുന്നത്. നാസർ ലത്തീഫ്, ജയൻ ചേർത്തല, ലക്ഷ്മി പ്രിയ, ആശ അരവിന്ദ് എന്നിവരാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് രവീന്ദ്രനും കുക്കു പരമേശ്വരനും തമ്മിലാണ് മത്സരം നടക്കുന്നത്. വോട്ടെടുപ്പിന് എത്തിയ വിവിധ താരങ്ങളുടെ പ്രതികരണം നമുക്ക് ആദ്യം കേൾക്കാം. നമ്മുടെ മെമ്പേഴ്സിന്റെ അഭിപ്രായം അനുസരിച്ച് ഒരു കമ്മിറ്റി വരും. അത് നല്ല രീതിയിൽ അമ്മ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകും. ആരും ഇതിൽ നിന്ന് വിട്ടൊന്നും പോയിട്ടില്ല. എല്ലാവരും ഇതിലുണ്ട്. എല്ലാവരും കൂടെ ചേർന്ന് ഏറ്റവും നല്ല ഒരു ഭരണം കാഴ്ചവെക്കുന്നുള്ളതാണ് എന്റെ വിശ്വാസം. അങ്ങനെ സംഭവിക്കും. ആ പ്രചരണം കുറച്ച് നന്നായിരുന്നു പ്രാവശ്യം. തെരഞ്ഞെടുപ്പ് പക്ഷേ ഇതിനു മുമ്പും തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. അപ്പം പ്രചരണം നല്ലതല്ലേ? അവരവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാലോ. ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്യും, ഞങ്ങൾ തേനും പാലും ഒഴുക്കും എന്നൊക്കെ പറയാലോ. പത്രിക തള്ളിച്ചതാ. ഞാൻ എക്സിക്യൂട്ടീവ് മത്സരിക്കുന്നുണ്ടല്ലോ. അത് അതിന്റെ ഒരു ടാക്ടിക്സിന്റെ ഭാഗം. അത് റിസൾട്ട് വരുമ്പോൾ മനസ്സിലാവും നമുക്ക്. എല്ലാവർക്കും ഉണ്ട്. ഞങ്ങൾ നിൽക്കുന്ന എല്ലാവർക്കും ആരെങ്കിലും വന്ന് തോക്കെന്ന് പറഞ്ഞ് നിൽക്കുവോ? എനിക്ക് വയ്യ. അല്ല, ആരില്ല. എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും വന്നിട്ട് വിജയിക്കുന്നു പറഞ്ഞാൽ നിൽക്കണേ, ഞാനും വിജയിക്കുന്നു പറഞ്ഞാലേ നിൽക്കണേ. എല്ലാവരും അതാണ് അതിന്റെ പ്രത്യേകത. ഞങ്ങൾക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നതുകൊണ്ട് എല്ലാവരും വിളിച്ചത് നമുക്ക് വോട്ട് ചെയ്ത് നമ്മൾ അല്ല, സാധ്യതയുള്ളവരെല്ലാവരും വരും. അവർക്ക് അസൗകര്യങ്ങളില്ലെങ്കിൽ, കാരണം കുറച്ചു മുമ്പ് നമുക്ക് ഒരു മീറ്റിംഗ് കഴിഞ്ഞുള്ളൂ, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ദൂരദേശത്തുള്ളവരെല്ലാം എത്രത്തോളം എത്തുമെന്നുള്ളത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും വന്നിട്ട് എന്നിട്ടും അവർ കഷ്ടപ്പെട്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവരും എത്തുന്നുള്ളൊരു ശുഭപ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ദൈവം അനുഗ്രഹിച്ച് എല്ലാവരും എന്റെ സുഹൃത്തുക്കളും കൂട്ടുകാരും ഒക്കെ തന്നെയാണ്, സഹോദരങ്ങളാണ്, സഹോദരികളാണ്. നിൽക്കുന്നവരെല്ലാവർക്കും വിജയം ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നല്ലവർ വരട്ടെ. നമ്മുടെ മെയിൻ ഉദ്ദേശം തന്നെ അമ്മ എന്ന ഈ ഓർഗനൈസേഷൻ, അതിനെ ചുറ്റിപ്പറ്റി കുറേയധികം പാവപ്പെട്ടവര്, കഴിവില്ലാത്തവര് ഇത് ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ എന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിന് ഏറ്റവും യോഗ്യതയായിട്ടുള്ളവരെ തെരഞ്ഞെടുക്കട്ടെ, അവർ വരട്ടെ മുന്നോട്ട്. പിന്നെ ഈ തമ്മി തലലും വഴക്കിലും ഇതിലൊന്നും ഞാൻ ഒന്നും കരുതുന്നില്ല. കാര്യം വെച്ചാലേ ഈ ചെളിവാരി പെരട്ടല് അതൊരു വല്ലാത്തൊരു മോശപ്പെട്ട ഏർപ്പാടാണ്. വി ആർ നോട്ട് പൊളിറ്റീഷ്യൻസ്, വി ആർ ആർട്ടിസ്റ്റ്. കലാകാരന്മാരാണ്. കലാകാരന്മാരുടെ ഇടയ്ക്ക് ബന്ധവും ഒക്കെ വളരെ അടുത്ത ഒരു ബന്ധമാണ്. നമുക്കിവിടെ ജാതി മതമില്ല, വേറെ വേർതിരിവുകളില്ല, ഒന്നുമില്ല. എന്നാൽ ഈ തമ്മിൽ വഴക്കിട്ട് ഒരു സാഹചര്യം വരുമ്പോൾ മറ്റൊരാളെ മോശപ്പെടുത്തി അയാളുടെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്ത് വോട്ട് ജയിക്കുക, അതൊക്കെ ഒരു വല്ലാത്ത ബാഡ് ക്വാളിറ്റീസ്. നോ ഹ്യൂമൻ ബീയിങ് ക്യാൻ ഡു ദാറ്റ്. ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പ് അമ്മ നല്ലോണം നടത്തിക്കൊണ്ടുപോകാൻ പറ്റിയ ആൾക്കാരെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അമ്മ നടത്തിക്കൊണ്ടുപോകാൻ ഒരു ലാലേട്ടൻ ഉണ്ടായപ്പോൾ അത് ഭംഗിയായിട്ട് നടന്നു. ഇന്നസെന്റ് ഏട്ടൻ ഭംഗിയായിട്ട് കൊണ്ടു നടന്നു.
ഇനി അടുത്ത ആൾക്കാരെ എങ്ങനെ കൊണ്ടു നടക്കും എന്നുള്ളതാണ് പ്രശ്നം. കഴിവുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് മത്സരിക്കുന്നത്, അവരെ ജയിപ്പിക്കുക. വനിതാ നേതൃത്വം നല്ലതല്ലേ, വരട്ടെ. ഇതിനകത്ത് ഉള്ളവർ തന്നെയല്ലേ എല്ലാ സംഘടനയിലുള്ള പോലെ ഒരു അല്ല, ഇപ്രാവശ്യം സാധാരണ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമാണ്, തീർച്ചയായിട്ടും അതെ. പക്ഷെ അത് പിന്നെ ഇതിനകത്ത് ഉള്ളിലുള്ള ഒരാൾക്കാരുടെ ഒരു കാര്യമായിട്ട് അല്ല വരണം. എല്ലാവരും അതിനകത്ത് നിൽക്കുന്നവര് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഒരു ഇലക്ഷൻ നടന്നല്ലോ, അപ്പൊ അതിൽ മെമ്പേഴ്സിന് സ്വീകാര്യമാകുന്ന ആൾക്കാരാണല്ലോ അത് തെരഞ്ഞെടുക്കണം. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഇതിനകത്ത് നല്ല തെരഞ്ഞെടുക്കപ്പെടണം, തീർച്ചയായിട്ടും അത് തന്നെ. അല്ല, ഇപ്പം നമ്മൾക്ക് എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം മാത്രം പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അതുകൊണ്ട് അതിൽ അംഗങ്ങൾക്ക് സ്വീകാര്യമാവുന്ന ആൾക്കാർ ജയിച്ചു വരട്ടെ, അവരെ വിജയിപ്പിക്കട്ടെ. മുമ്പില്ലാത്ത ഒരു ഗൗരവമേറിയ ഒരു ഇലക്ഷനാണ്, വാശിയല്ല, ഗൗരവമേറിയ ഒരു ഇലക്ഷനായിട്ട് എനിക്ക് തോന്നുന്നു. അതാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും എനിക്കൊരു പ്രാർത്ഥിക്കുക. ഇതാണ് അമ്മയുടെ തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ. എന്തായാലും മോഹൻലാൽ അടക്കമുള്ളവരുടെ പ്രതികരണം ശ്രദ്ധേയമാണ്. കാരണം എല്ലാവരുമുണ്ട്, മോഹൻലാൽ എവിടെ, മമ്മൂട്ടി എവിടെ എന്ന ചോദ്യമുണ്ട്. എന്തായാലും ഞങ്ങളെല്ലാവരും ഈ സംഘടനയുടെ ഭാഗമാണ്, അതുകൊണ്ട് മികച്ചൊരു നേതൃത്വം വരട്ടെ എന്ന പൊതു അഭിപ്രായം എല്ലാവരിലും വരുന്നു. ഡാനി പോൾ ചേരുന്നു. ഡാനി, ഈ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലാണോ? എത്ര വോട്ടർമാരാണ്? എത്ര ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞു? ഇനി ആരെങ്കിലും പ്രധാന വ്യക്തികൾ ആരെങ്കിലും വോട്ട് രേഖപ്പെടുത്താനുണ്ടോ? ഇപ്പോൾ 506 പേരാണ് ഈ അമ്മയിൽ വോട്ടെടുപ്പ് ഉള്ളത്, അംഗങ്ങളായിട്ട് ഉള്ളത്. അതിൽ ഏതാണ്ട് 270ഓളം പേരാണെന്നാണ് ഒടുവിൽ നമുക്ക് കണക്ക് കിട്ടുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഏതാണ്ട് ഒരു 5 മിനിറ്റിൽ താഴെ ഒരു സമയം മാത്രമാണ് അതിൽ ഉള്ളത്. ക്യൂവിൽ ഏതാണ്ട് 35ഓളം പേരുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഒരു 300 കടക്കും എന്ന് തന്നെയാണ് അറിയുന്നത്. ഏതായാലും പ്രമുഖർ എല്ലാവരും തന്നെ ഇപ്പോൾ ഈ അവസാന ഘട്ടത്തിലേക്ക് ഒരു ഫലനം തന്നെ എത്തിയിരിക്കുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ MLA-മാരായ മുകേഷും അതോടൊപ്പം തന്നെ മാണി സി കാപ്പൻ ഉൾപ്പെടെയുള്ളവർ വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയിരുന്നു. അങ്ങനെ പലരും തന്നെ സീനിയർ താരങ്ങൾ ഭൂരിഭാഗം പേരും തന്നെ ഇവിടേക്ക് വോട്ട് ചെയ്യാൻ എത്തുന്നുണ്ട് എന്നത് നമുക്ക് ശ്രദ്ധേയം തന്നെയാണ്. തീർത്തും യുവതാരങ്ങളായവരും എത്തുന്നുണ്ട്. അതിന് ഇപ്പോൾ നമ്മൾ ആ സാന്നിധ്യം കൊണ്ട് ഒരുപക്ഷെ ശ്രദ്ധിക്കപ്പെടുക പൃഥ്വിരാജ് അടക്കമുള്ളവരുടേതാണ്. പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത് തുടങ്ങിയ ആളുകൾ, ആസിഫ് അലി, അതോടൊപ്പം തന്നെ കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയവരൊന്നും ഇതുവരെയും എത്തിയിട്ടില്ല. അവർ പക്ഷേ വൈകാതെ എത്തുമ്പോൾ ഇനി കുറച്ച് സമയം കൂടിയുള്ളൂ. എന്തായാലും വാശിയേറിയൊരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അമ്മയുടെ 31 വർഷത്തെ ചരിത്രം എടുക്കുമ്പോൾ ഈ രീതിയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് വന്നിട്ടുണ്ടോ എന്ന് വളരെ സംശയം തന്നെയാണ്. ഏതായാലും വാശിയോടുകൂടി അതിൽ പലരും തന്നെ പങ്കെടുക്കുന്നു. പാനലുകൾ എന്ന രീതിയിലേക്ക് വന്നിട്ടില്ല എങ്കിൽ കൂടിയും കൃത്യമായ ഒരു നിലപാട് ഓരോരുത്തർക്കും തന്നെയുണ്ട്. ഏതായാലും ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. അത് തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അതൊരു പുതിയ ചരിത്രം തന്നെയായിരിക്കും അമ്മയുടേതും. അതോടൊപ്പം സംഘടനാപരമായും തന്നെ വനിതകൾ അതിന്റെ ഒരു ഭരണ സാരഥ്യത്തിലേക്ക് വരുന്നു എന്നതാണ്. 11 എക്സിക്യൂട്ടീവിലും അതോടൊപ്പം തന്നെ അതിൽ 4 സീറ്റ് സംവരണം സ്ത്രീകൾക്കുമാണ്. യെസ്, ഡാനി സൂചിപ്പിച്ചതുപോലെ അമ്മയുടെ തെരഞ്ഞെടുപ്പ് 3 പതിറ്റാണ്ട് പിന്നിടുന്ന സംഘടനയുടെ ശ്രദ്ധേയമായ തെരഞ്ഞെടുപ്പായി ഇത് മാറുകയാണ്. പുതിയ നേതൃത്വം തെരഞ്ഞെടുക്കപ്പെടും.